ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗൽസ്മാൻ്റെ ജർമ്മനിയെ സെമി ഫൈനലിൽ ജർമ്മനിയിൽ വെച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് ബോബി മാർട്ടിനസിൻ്റെ പോർച്ചുഗൽ യുവേഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ആരാണ് പോർച്ചുഗലിന് വേണ്ടി മത്സരത്തിലെ വിന്നിംഗ് ഗോൾ അടിച്ചത്? ആരായിരിക്കും? അതെ, 40-കാരനായിട്ടുള്ള സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ജർമ്മനിക്കെതിരെ വിന്നിംഗ് ഗോൾ അടിച്ചത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ മത്സരത്തിന് പ്രത്യേകത സംസാരിക്കുമ്പോൾ എന്താണ്, ഞാൻ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന തരത്തിലൊരു മാനേജറാണ് ഈ റോബർട്ടോ മാർട്ടിനസ്, അല്ലെങ്കിൽ ബോബി മാർട്ടിനസ് എന്ന് പറയുന്ന ചങ്ങായി. സ്പാനിഷുകാരനാണ്. ആളെ വിഗാൻ അത്ലറ്റിക്കിലുള്ള സമയത്ത് തൊട്ടേ എനിക്കറിയുന്നതാണ്. അതേപോലെ തന്നെ എവർട്ടൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നു ചങ്ങായി. വിഗാന് വേണ്ടിയിട്ട് FA കപ്പൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ആളുകൾക്ക് കൂടുതലും പരിചയം ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ ഒരു വഴിക്കാക്കിയ ബോബി മാർട്ടിനസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ വല്ലാത്തൊരു ഗോൾഡൻ ജനറേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തതിന് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ക്രെഡിറ്റും കൊടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ചേഞ്ചസ് കാര്യമായിട്ട് ഡിസൈസീവ് ആകും നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നതിൽ പ്രധാനമായിട്ടും ആ ചേഞ്ചസ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടി അടിവരായിട്ട് പറയേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ പോർച്ചുഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ ആ സ്ക്വാഡിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ക്വാളിറ്റി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അമ്മാതിരി ടാലൻറ്റുകളുടെ ഒരു കലവറയാണ്. അപ്പോൾ അവർ ഈ വരും വർഷങ്ങളിൽ മേജർ ഇൻ്റർനാഷണൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അമ്മാതിരി ടാലൻറ്റുകളാണ് അവിടെ ഉള്ളത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും, വിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാലും, മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും, വാവ്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ മേജർ കിരീടം അടിക്കാൻ പറ്റുമോ ഇല്ലെന്നത് കണ്ടറിയേണ്ട സംഭവമാണ്. എന്തായാലും നാഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. നാഷൻസ് ലീഗ് ഓൾറെഡി അവർ അടിച്ചിട്ടുള്ളതാണ്. 2018 ഈ ഒരു കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ തന്നെ പോർച്ചുഗലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗൽ വെച്ചിട്ടായിരുന്നു ഫൈനലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഫ്രാൻസ് അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. തേർഡ് എഡിഷൻ ജയിച്ചത് സ്പെയിനാണ്. സ്പെയിൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ പോർച്ചുഗൽ ആ ഫൈനലായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൺഡേ ആണ് ഫൈനലുള്ളത്. ഫൈനലിൽ പിന്നെ അവർ ആരെ ഏറ്റുമുട്ടുന്നതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് സെമി ഫൈനൽ ഇന്നാണ് നടക്കാൻ പോകുന്നത്, സ്പെയിനും ഫ്രാൻസും തമ്മിൽ. അതും ജർമ്മനിയിൽ വെച്ചിട്ട് തന്നെയാണ്, സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുന്നത്. അതും ഒരു ക്രാക്കർ മത്സരമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബോബി മാർട്ടിനസിൻ്റെ ചേഞ്ചസ് ഒക്കെ വർക്കൗട്ട് ആയിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ജർമ്മനിക്ക് സംഭവിച്ചതെന്നുള്ള കൂടി നമ്മൾ സംസാരിക്കണം. മൊത്തം മത്സരത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. പക്ഷേ അത് തന്നെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വലിയ ഒരു പ്രാധാന്യമുള്ളൊരു വിജയം കൂടിയാണ്. ഒബ്വിയസ്ലി ഇതൊരു യുവേഫ നാഷൻസ് ലീഗ് സെമി ഫൈനൽ മത്സരമാണ്. അതോടൊപ്പം തന്നെ അവർ കംബാക്ക് വിജയമാണ് നടത്തിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ജർമ്മനി ലീഡ് എടുക്കുന്നു. ഫ്ലോറിയൻ വേർഡ്സിലൂടെ മനോഹരമായിട്ടുള്ള ഹെഡറാണ്. കിമിച്ചിൻ്റെ ബ്യൂട്ടിഫുൾ അസിസ്റ്റാണ്. പക്ഷെ പിന്നീട് അവർ ആ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം അവർ കളം നിറഞ്ഞ് കളിക്കുകയും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും റെമോൺടാഡ നടത്തുന്ന നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു കംബാക്ക് വിജയം, എപ്പോഴും ഒരു കംബാക്ക് വിജയം നടത്തുമ്പോൾ അത് ടീമിൻ്റെ മൊറാൽ തന്നെ ഉയർത്തുന്ന തരത്തിലൊരു കാര്യമാണെന്നുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, ജർമ്മനിയെ പോർച്ചുഗൽ ഇപ്പോൾ പരാജയപ്പെടുന്നത് 1985 ശേഷം ആദ്യമായിട്ടാണ്. എത്രയോ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് വിരാമം സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വർഷം 2000 ശേഷം ആദ്യമായിട്ടാണ് ജർമ്മനിയെ പോർച്ചുഗൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നത് ഇൻ്റർനാഷണൽ മെൻ സ്റ്റേജിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, സീനിയർ ഫുട്ബോളിൽ. അപ്പോൾ 25 വർഷമായി. ഇതിനു മുമ്പ് 5 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 5ലും പോർച്ചുഗലിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ 5 തവണ കളിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനിക്കെതിരെ, പക്ഷേ ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് ഗോളിലൂടെ ജർമ്മനിയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കൗതുകമായിട്ടുള്ള സംഭവം, വർഷം 2000 യൂറോയിൽ വെച്ചിട്ടാണ് ജർമ്മനിയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയത്. അന്ന് പോർച്ചുഗലിൻ്റെ ഹാട്രിക് ഹീറോ ആയിട്ടുണ്ടായിരുന്ന ആരാണെന്നറിയോ? സെർജിയോ കോൺസെസാവോ. ആൾ മിലാൻ്റെ കോച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. പകുതി വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് സാക്ക് കിട്ടി. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളൊരു ചിന്തയിലിരിക്കുകയായിരിക്കും. എന്തായാലും ചങ്ങായി ഇപ്പോൾ ഇന്നലെ കണ്ടെന്താണെന്ന് വെച്ചാൽ, അന്ന് വർഷം 2000 സെർജിയോ കോൺസെസാവോ ഹാട്രിക് അടിച്ചിട്ട് ജർമ്മനിയെ പോർച്ചുഗൽ പരാജയപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചെങ്കിൽ, ഇപ്പോൾ തൻ്റെ മകൻ 2025 ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ജർമ്മനിക്കെതിരെ അവരെ പരാജയപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ ആ ഒരു ഗോൾ, ഈക്വലൈസർ ഗോൾ എന്ന് പറഞ്ഞാൽ അതൊരു മൊമെൻറ്റ് ഓഫ് മാജിക്കാണ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. ബോൾ അങ്ങോട്ട് എടുത്തിട്ട് ഗോസൻസ് എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഡിഫൻഡറൊക്കെ മറികടന്ന് പോയിട്ട്, ആ വിങ് ബാക്കിനൊക്കെ മറികടന്ന് പോയിട്ട് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ഒരു സാധനം കണ്ട് അടിച്ചു. ഒരു ബ്രില്യൻ സ്ട്രൈക്ക്. അത് ടേർ സ്റ്റെഗൻ എന്ന് പറയുന്ന ജർമ്മനിയുടെ കീപ്പർ ചാടി നോക്കി, പക്ഷെ അത്
സേവബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഷോട്ടല്ല, അതൊരു ബ്യൂട്ടിഫുൾ സ്ട്രൈക്കായിരുന്നു. ചെക്കന് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ 2000 തൻ്റെ അച്ഛൻ ഹാട്രിക് അടിക്കുന്നതൊന്നും ഈ ചെങ്ങായി കണ്ടിട്ടില്ല. അതിന് ശേഷമാണ് ചെങ്ങായി ജനിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ പോർച്ചുഗീസ് സൈഡിൽ ഒരുപാട് ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉണ്ട്. ഇപ്പോൾ റാഫാലിയാവോ ഒന്നും കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ബെഞ്ചിലുണ്ടായിരുന്നു. ഗോൺസാലോ റാമോസ് ഉണ്ട്, ജോവോ ഫെലിക്സ് ഉണ്ട്, ആ രീതിയിലുള്ള പ്ലെയേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള സ്റ്റാർട്ടായിരുന്നു. ഇനി നമ്മൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുക. ഇനി ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്, എന്താ ഇപ്പോൾ പറയുക, ഞാൻ ആലോചിച്ചു പോവാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പ്രൈമൊക്കെ എന്നേ കഴിഞ്ഞു എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആൾക്കിപ്പോൾ 40 വയസ്സുണ്ട്. 40 വയസ്സ്. ഈ 40ാമത്തെ വയസ്സിലും അതേപോലെ ജർമ്മനിക്കെതിരെ ജർമ്മനിയിൽ വെച്ച് നടന്ന യുവേഫ നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ്. അത് ഒരു ടാപ്പിൻ ഗോളായിരുന്നു, ശരിയാണ്. പക്ഷേ ആ ടാപ്പിൻ ഗോൾ അടിക്കാൻ അദ്ദേഹം കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആ ഗോളിലുള്ള ന്യൂനോ മെൻഡസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതിനെക്കുറിച്ച് സംസാരിക്കണം. അദ്ദേഹമാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ബ്രില്യൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ബ്രൂണോ ഫെർണാണ്ടസും കൂടി കളിച്ചുള്ള ഒരു 1-2 ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. അതിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പാസ് വാസ് എക്സ്ക്വിസിറ്റ്. അതൊക്കെ നമ്മൾ സംസാരിക്കണം. പക്ഷേ സ്റ്റിൽ ആ ബോൾ വലയിലേക്ക് ആക്കാൻ കൃത്യസമയത്ത് അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഓഫ് സൈഡ് ആയിരുന്നോ എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇനീഷ്യലി നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാര്യം കണ്ടപ്പോൾ അവിടെ പണിപാളിയോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജി പുള്ളിക്കാരൻ അവിടെ ഓൺ സൈഡാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആ ഗോൾ അവിടെ പിന്നെ സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർനാഷണൽ സീനിൽ അടിച്ചിട്ടുള്ള ഗോളുകളുടെ എണ്ണം നോക്കണം. 85 ഇൻ്റർനാഷണൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. നമ്മളിപ്പോഴും പല പ്രധാനപ്പെട്ട യൂറോപ്പിലെ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ രാജ്യങ്ങളുടെയും ഒക്കെ ടോപ്പ് സ്കോറർമാർ, അവരുടെ ചരിത്രത്തിൽ തന്നെ ടോപ്പ് സ്കോറർമാരുടെ ഇൻ്റർനാഷണൽ ഗോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഈ 85 പോലും എത്താത്ത ഒരുപാട് നേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ചെങ്ങായി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അത് വെറുതെ സംഭവിക്കുന്നൊരു കാര്യമല്ല. ആളുടെ ഗെയിം ആ 30 വയസ്സിന് ശേഷം മാറ്റിയിട്ടുള്ള രീതി, വയസ്സ് കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ഗെയിം മാറ്റിയിട്ടുള്ള രീതിയും അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിട്ടുള്ള രീതിയും ഒക്കെ വളരെ കമൻറ്റോടായിട്ടുള്ള സംഭവമാണ്. അതൊക്കെ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇതുവരെ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ 40ാമത്തെ വയസ്സിലും ചെങ്ങായി ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഫോമിലൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ സീനിൽ ക്വാളിഫയേഴ്സിലൊക്കെ അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ആ യൂറോയിൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആളിപ്പോഴും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ അദ്ദേഹം ഈ 40ാമത്തെ വയസ്സിൽ ഇപ്പോൾ 137ാമത്തെ ഇൻ്റർനാഷണൽ ഗോൾ അടിച്ചിരിക്കുകയാണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട്. അപ്പം 937 ടോട്ടൽ ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു നോർമൽ സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ്. ഇത് നോർമലായിട്ടുള്ള കാര്യമേ അല്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. സൗദി പ്രോ ലീഗിൽ വീണ്ടും ടോപ്പ് സ്കോർ ആയിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നത് സൗദി പ്രോ ലീഗല്ലേ? അതെ, സൗദി പ്രോ ലീഗാണ്. പക്ഷെ അവിടെ വേറെയും പ്ലേയേഴ്സ് ഉണ്ട്, അതും യങ് ഫുട്ബോളേഴ്സ് യൂറോപ്പിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്തേ അവരെ കൊണ്ട് സാധിക്കാത്തത്? ശരിയാണ്, ക്രിസ്ത്യാനോക്ക് അവിടെ ട്രോഫികളൊന്നും നേടാൻ സാധിച്ചില്ല, അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യമായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ അവിടെ ബാക്ക് ടു ബാക്ക് ആ ഒരു ഗോൾഡൻ ബൂട്ട് അവാർഡ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 99 ഗോളുകളെങ്ങാനും അൽ നസറിന് വേണ്ടി അടിച്ചിട്ടുണ്ട്. ക്വാളിഫയറുകളിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ, ഈ സ്റ്റാറ്റ്സൊക്കെ, ഈ നമ്പേഴ്സൊക്കെ അതൊന്നും നോർമലായിട്ടുള്ള സംഭവങ്ങളല്ല. ശരിയാണ്, നല്ല രീതിയിൽ ഡിബേറ്റുകൾ നമുക്ക് നടത്താൻ പറ്റും. ആ രീതിയിൽ ഒരു കാര്യം ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് താല്പര്യപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗോൾ അടിച്ച മത്സരമാണ്, അദ്ദേഹം വിന്നിംഗ് ഗോൾ അടിച്ചുള്ള മത്സരമാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താ സംഭവം എന്നറിയാം, ഈ 40കാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സുകളെ കുറച്ചുകൂടെ സെൻസിബിളായിട്ട് വൈസായിട്ട് മാനേജ് ചെയ്യാൻ ബോബി മാർട്ടിനസിന് സാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പോഴും ബിഗ് ഡിഫറൻസ് ആ സൈഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എല്ലാ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
ഞാൻ പറയുന്നത് വെച്ചാൽ ബിഗ് ടൂർണമെൻറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ്. എല്ലാ മത്സരത്തിലും ചിലപ്പോൾ 90 മിനിറ്റും കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തെ ലേറ്റായിട്ട് സബ് ചെയ്തു, പക്ഷേ വളരെ ലേറ്റായിട്ടാണ് സബ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു സെൻസിബിൾ സബ്ബായിരുന്നു. പലീനിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ മത്സരം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷട്ട് ദ ഷോപ്പ് എന്ന് പറയുന്ന പരിപാടിക്കായിട്ടാണ് ബോബി മാർട്ടിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കാൻ പോവുകയാണെങ്കിൽ മിക്കവാറും അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ആണെങ്കിൽ തന്നെ, കാരണം ഒരുപാട് ബ്രില്യൻറ്റ് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 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 വല്ലാത്തൊരു സ്ക്വാഡാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസൻസ് ഒബ്വിയസ്ലി ഒരു ബൂസ്റ്റ് തന്നെയാണ് ആ സൈഡിന്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ്, ഗെയിം ടൈം കുറച്ചുകൂടെ മത്സരങ്ങൾക്കനുസരിച്ച് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്രിസ്ത്യാനോ കൂടി തയ്യാറാവണം. അത് വേറെ കാര്യം. ആൾക്ക് ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ പറയുന്നല്ല, കാരണം അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഈ 40ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഈ മത്സരത്തിൽ ആ ഒരു ഹെഡറിന് വേണ്ടിയിട്ടുള്ള ലീപ്പ് നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കോർണറിൽ സെക്കൻഡ് ഹാഫിൽ എന്താ ലീപ്പ്! ജർമ്മൻ പ്ലേയേഴ്സൊക്കെ നോക്കി നിൽക്കുകയാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അതൊരു ഫ്രീ ഹെഡർ എന്നുള്ള ഘടത്തിൽ പോലും നമുക്ക് പെടുത്താൻ പറ്റും. ബ്രൂണോയുടെ കോർണർ ബോക്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഹെഡർ അത് അദ്ദേഹത്തിന് ബെറ്ററായിട്ട് അത് അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്കെങ്കിലും അടിക്കണമായിരുന്നു. ഇവിടെ ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് 7 അറ്റംപ്റ്റുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അഗെയിൻ ആ ഫ്രീ കിക്ക്, അതിലുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ പുവറായിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. 30 വാരാകലിൽ നിന്നുള്ള ഫ്രീ കിക്ക്, അത് പിന്നെ വോളിൽ തട്ടിപ്പോകും നമ്മൾ കണ്ടു. അപ്പോൾ ആ രീതിയിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താണ്, ഈ 7 അറ്റംപ്റ്റുകളിൽ തന്നെ ചിലതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ. ഗോൾ അദ്ദേഹം അടിച്ചു, പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹാട്രിക് അടിക്കാമായിരുന്നു. ആ രീതിയിലുള്ള ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഹെഡർ, അതേപോലെ തന്നെ ന്യൂനോ മെൻഡസിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു തുടക്കത്തിൽ ലെഫ്റ്റിൽ നിന്നുള്ളൊരു ക്രോസ്, അതിലേക്ക് അദ്ദേഹം കാല് നീട്ടി വെച്ചു, കാലിൽ ജസ്റ്റ് തട്ടിയേ ഉള്ളൂ. അതും അഗെയിൻ ഒരു ടാപ്പിനടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. മൂവ്മെൻറ്റ് നല്ലതായിരുന്നു, പക്ഷേ അതിന് ജസ്റ്റ് അതിൽ ബോളിൽ തൊടാനേ സാധിച്ചുള്ളൂ കാല് നീട്ടി വെച്ചിട്ട്. പക്ഷേ അഗെയിൻ അതൊരു ചാൻസ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പെഡ്രോ നെറ്റോയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു കട്ട് ബാക്ക് അദ്ദേഹത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ എന്താ പറയുക, ഒട്ടും വെനമില്ലാതെ ഫോഴ്സ് ഇല്ലാതെ അടിച്ച് ടെർ സ്റ്റെഗൻ്റെ കയ്യിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇൻവോൾവ് ആയിരുന്നു ചങ്ങായി. അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മറ്റൊരു മൊമെൻറ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു കട്ട് ബാക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ കിക്ക് മിസ് ചെയ്തു പോയി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആളുടെ പ്രൈമിലല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു മത്സരം കണ്ടാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും. ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ആ ഗോളിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കേണ്ടത് തന്നെയാണ്, അത് സംസാരിക്കുകയും ചെയ്യും. കാരണം അതൊരു വിന്നിങ് ഗോളാണ്. പക്ഷേ ആ മത്സരത്തിൽ മൊത്തത്തിലുള്ള ഓവറോൾ ഇമ്പാക്റ്റ് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈമിലല്ല എന്നുള്ളത്. പ്രൈമിലുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ ഓൾറെഡി ഒരു ഹാട്രിക് അടിക്കേണ്ട തരത്തിലുള്ള ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ചാൻസുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോഴും, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ഡിഫറൻസ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. കാരണം ആൾ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണേ, ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയുന്നതുകൊണ്ട് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം, അറ്റ്ലീസ്റ്റ് 2 ഗോളുകളിലും അടിക്കേണ്ട തരത്തിലുള്ള മത്സരമായിരുന്നു. പിന്നെ ആ വിന്നിംഗ് ഗോൾ ചങ്ങായി അടിച്ചതിലുള്ള അദ്ദേഹത്തിന് മറ്റൊരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ടെർ സ്റ്റെഗനിലേക്ക് ആ പാസ് ജർമ്മൻ പ്ലെയർ കൊടുത്തുള്ള സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ടെർ സ്റ്റെഗനെ പ്രസ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ പ്രസ് അവിടെ ചെയ്യുന്നതോട് കൂടിയിട്ട് ടെർ സ്റ്റെഗനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടെന്ന് ഹറി ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്ലിപ്പ് ബോളാണ് പിന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജർമ്മനിയുടെ ഹാഫിൽ തന്നെയാണ് വന്ന് വീഴുന്നത്. ജർമ്മൻ പ്ലെയർ അവിടെ ഉണ്ട്, പക്ഷേ പോർച്ചുഗൽ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു. പിന്നെ അവരവിടെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ആ ഗോളിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്നുള്ളത്, ബിൽഡപ്പിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ മോശമില്ലാത്ത രീതിയിൽ ഈ മത്സരത്തിൽ ഈവൻ സെക്കൻഡ് ഹാഫിലും പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 85ാമത്തെ മിനിറ്റിലും ചങ്ങായി പ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിലൻലെസ് ആയിട്ടൊന്നും പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇൻ്റലിജൻ്റായിട്ട് ഈ രീതിയിലൊക്കെ പ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ്. പിന്നെ ഇൻ്റലിജൻസിന് ഒരു കുറവുണ്ടായിരിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് ആ ഗോൾ വന്നത്? പോർച്ചുഗൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ഗ്നാബ്രിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂനോ മെൻഡസ് ഇൻഫീൽഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂനോ മെൻഡസിലേക്ക് പാസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യാനായിട്ട് ഗ്നാബ്രി പോകുന്നു. ഒട്ടും ഇൻ്റലിജൻ്റ് അല്ലാതെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് ഒരു പ്രശ്നവും ന്യൂനോ മെൻഡസിന് സംഭവിക്കുന്നില്ല. ന്യൂനോ മെൻഡസ് ഒരു നല്ലൊരു പാസ്, അവിടെ ക്യൂട്ട് പാസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള പാസ് ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് 1 ടച്ചിൽ തന്നെ
ഈ പിന്നെ ന്യൂനോ മെൻഡസിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പാവ്ലോവിച്ച് ന്യൂനോ മെൻഡസിൻ്റെ കൂടെ ഉണ്ട് തുടക്കത്തിൽ. ഗ്നാബ്രിക്ക് പിടിച്ചാൽ കിട്ടിയില്ല, പക്ഷേ പാവ്ലോവിച്ച് ഉണ്ട്. പക്ഷേ പാവ്ലോവിച്ചിൻ്റെ ആ ഒരു ലാക്ക് ഓഫ് അത്ലറ്റിസം നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. ന്യൂനോ മെൻഡസിൻ്റെ കൂടെ ഓടിയാൽ എത്തൂല, അത് വേറെ കാര്യം. ന്യൂനോ മെൻഡസ് ബ്രൂണോ ഫെർണാണ്ടസിന് ആ ബോൾ റിസീവ് ചെയ്തിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി. അപ്പോഴേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള മൂവ്മെൻറ്റാണ് അദ്ദേഹം നടത്തുന്നത്. ഇനീഷ്യലി ഓഫ് സൈഡ് ആണെന്നുള്ളൊരു സംഭവം നമ്മൾ തോന്നി, പക്ഷേ അവിടെ ന്യൂനോ മെൻഡസിൻ്റെ ആ ഡിസിഷൻ മേക്കിംഗ് വാസ് ഫാന്റാസ്റ്റിക്. ക്രിസ്ത്യാനോ റൊണാൾഡോ ടാപ്പിൻ ഗോൾ അടിക്കുന്നു. ഗോൾ അടിച്ചതിന് ശേഷം നേരെ ന്യൂനോ മെൻഡസിൻ്റെ അടുത്തേക്കാണ് ക്രിസ്ത്യാനോ പോയത്. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ന്യൂനോ മെൻഡസിൻ്റെ ആ ഒരു ഗോളിലുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത്. പക്ഷേ അവിടെ അഗെയിൻ ബ്രൂണോ ഫെർണാണ്ടസിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് നമ്മൾ കൊടുക്കണം. കാരണം ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. റണ്ണേഴ്സ് ഉണ്ടെങ്കിൽ ബ്രൂണോക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അത് വേറെ കാര്യം. അതാണ് ജർമ്മനി ഇങ്ങനെ നോക്കി നിൽക്കുക. അവരുടെ മിഡ്ഫീൽഡിൽ ലാക്ക് ഓഫ് അത്ലറ്റിസും ലാക്ക് ഓഫ് കൺട്രോളും ഡിഫെൻസിലും എന്താ പറയുക 5 at the back ആയിട്ട് പോലും അവർക്ക് കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ കണ്ടത്. മാറ്റങ്ങൾ നാഗൽസ്മാൻ കൊണ്ടുവന്നേ മതിയാകുള്ളൂ.